ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ സാമൂഹ്യശാസ്ത്രത്തിലെ 2ാമത്തെ പാഠമാണ്. മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്നാണ് കേട്ടോ ഈ പാഠത്തിന്റെ പേര്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി സാമൂഹ്യശാസ്ത്രത്തിന്റെ ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD7 സോഷ്യൽ സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക. STD 1 മുതൽ 5 വരെയുള്ള കുട്ടികൾക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് അഡ്മിഷൻ വേണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അനിയനോ അനിയത്തിയോ സിബ്ലിങ്സോ പിന്നെ പരിചയക്കാരോ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ താഴെ കാണിച്ചിരിക്കുന്ന ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്കിവിടെ ചില തമിഴ് വരികളും അതിന്റെ വിവർത്തനവും തന്നിട്ടുണ്ട്. നോക്കൂ. കോനേറി വാഴും കുറുകായി പിറപ്പേനെ, തിരുവെങ്കട ചൂനയിൽ മീനായി പിറക്കും, വേങ്കടത്ത് ചെമ്പകമായി നിൽക്കും, വേങ്കട മലൈമേൽ തമ്പഹമായി, കോയിലിൻ വാസലിൽ പടിയായി കിടന്തും. കുലശേഖര ആഴ്വാർ പെരുമാൾ തിരുമൊഴി എഴുതിയ പെരുമാൾ തിരുമൊഴിയിൽ നിന്നുള്ള വരികളാണ്. അതിന്റെ വിവർത്തനം നോക്കൂ. തിരുവേങ്കടമലയിൽ ഒരു പ്രാവായി, അവിടുത്തെ കുളത്തിൽ ഒരു മീനായി, ഒരു ചെമ്പകമായി, മലയിലെ തൂണായി, ക്ഷേത്രത്തിലെ ഒരു പടിയായെങ്കിലും ജനിച്ചാൽ മതി. 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവി രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഈ വരികളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയം എന്താണ്? ദൈവത്തിന് സമ്പൂർണമായ ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിച്ചിരുന്നു. സാമൂഹ്യ വിവേചനം നേരിട്ടിരുന്ന ജനവിഭാഗങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ക്രമേണ വ്യത്യസ്ത കാലങ്ങളിൽ ഇന്ത്യയിൽ വിവിധ ദർശനങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമന്വയവും ഉണ്ടായി. ഇപ്രകാരം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയൊട്ടാകെ വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളായ ഭക്തി, സൂഫി പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നാം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം. ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. ആഴ്വാർമാർ എന്നറിയപ്പെട്ടിരുന്ന വിഷ്ണു ഭക്തരും നായനാർമാർ എന്നറിയപ്പെട്ടിരുന്ന ശിവഭക്തരുമാണ് ഈ ഭക്തകവികൾ. CE 70 മുതൽ 12ാം നൂറ്റാണ്ടുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഈ പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ നോക്കൂ. അവരുടെ പ്രത്യേകതകളാണ് സവിശേഷതകളാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും നടത്തിയിരുന്നു. ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും ഉണ്ടായിരുന്നു. ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം നൽകിയിരുന്നു. സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം നൽകിയിരുന്നു. ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധനയും പ്രത്യേകതയാണ്. തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. ആഴ്വാർമാരും നായനാർമാരും, അതായത് ആഴ്വാർമാർ എന്ന് വെച്ചാൽ വിഷ്ണു ഭക്തര്, നായനാർമാരെന്ന് വെച്ചാൽ ശിവഭക്തര് കേട്ടോ, പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നത് കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു. അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന അക്കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ജാതിഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ആഴ്വാർമാരുടെയും നായനാർമാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി. ആഴ്വാർമാരുടെ രചനകൾ 4000 ദിവ്യ പ്രബന്ധം എന്നും നായനാർമാരുടെ രചനകൾ തിരുമുറൈകൾ എന്നും അറിയപ്പെട്ടു. ഇക്കാലത്ത് ധാരാളം ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടു. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ ആരൊക്കെയായിരുന്നെന്ന് നോക്കാം. വിഷ്ണു ഭക്തർ, അതായത് വിഷ്ണു ഭക്തർ എന്ന് പറയുന്നത് ആഴ്വാർമാരാണ്. ശിവഭക്തർ എന്ന് പറയുന്നത് നായനാർമാര്. വിഷ്ണു ഭക്തരിൽ വരുന്നത് അല്ലെങ്കിൽ ആഴ്വാർമാരിൽ വരുന്നത് കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ തുടങ്ങിയവയാണ്. ഇനി നായനാർമാരിൽ, അതായത് ശിവഭക്തരിൽ വരുന്നത് കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്കവാസകർ തുടങ്ങിയവരാണ്. ഇതിന് താഴെ ഒരു ചോദ്യമുണ്ട്, നോക്കൂ. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി? കുറിപ്പ് തയ്യാറാക്കൂ. തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. ആഴ്വാർമാരും നായനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു. അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന അക്കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ജാതിമത ഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ആഴ്വാർമാരുടെയും നായനാർമാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി.
ഭക്തിപ്രസ്ഥാനം ക്രമേണ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. വിവിധ പ്രദേശങ്ങളിലെ ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രചാരകരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് ബസവണ്ണ. കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹി എന്നാണ് അറിയപ്പെടുന്നത്. ബസവണ്ണ രൂപീകരിച്ച അനുഭവ മണ്ഡപം എന്ന ചർച്ചാവേദിയിൽ നടന്ന ഒരു ചർച്ചയുടെ ചിത്രീകരണമാണ് ചുവടെ ചേർത്തിട്ടുള്ളത്. ചിത്രം ശ്രദ്ധിക്കൂ. നമുക്കിവിടെ ബസവണ്ണ അനുഭവ മണ്ഡപത്തിൽ ജനങ്ങളുമായി ചർച്ച നടത്തുന്നതിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ചിത്രകാരന്റെ ഭാവനയിലുള്ള ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് പറയുന്നത് നോക്കുക ആളുകൾ. ജന്മം കൊണ്ടും തൊഴിൽ കൊണ്ടും ആളുകളെ വേർതിരിക്കുന്നത് ശരിയാണോ? ശൈശവിവാഹം പെൺകുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും നശിപ്പിക്കില്ലേ? അന്ധവിശ്വാസികളുടെ പിറകെ പോകുന്നവരെ മോചിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം കൊടുക്കുന്ന മറുപടികൾ എന്തൊക്കെയാണ്? ജാതീയമായ വിവേചനങ്ങൾ സാമൂഹ്യ പുരോഗതിയെ തടയും. ആത്മീയ പുരോഗതിയും സ്വതന്ത്ര ചിന്തയും നേടണമെങ്കിൽ യുക്തിബോധവും അനുഭവങ്ങളും പ്രധാനമാണ്. സമൂഹ പുരോഗതിക്ക് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പ്രായപൂർത്തിയായ ശേഷം വിവാഹവും പ്രധാനമാണ്. എന്താണ് അനുഭവ മണ്ഡപം എന്ന് മനസ്സിലായോ? 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. അല്ലമ പ്രഭു, അക്കദ മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത്. ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. ഇതിൽ നിന്നും അക്കാലത്തെ സാമൂഹികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലായെന്ന് എഴുതൂ. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. ജാതീയമായ വിവേചനങ്ങൾ നിലനിന്നിരുന്നു. പിന്നെയോ ശൈശവവിവാഹം നിലനിന്നിരുന്നു. അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്നു. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന ചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്നു ബസവണ്ണ. സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവയെ തുടച്ചു നീക്കുവാനും പ്രയത്നിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വച്ചത്. അദ്ദേഹം സ്ഥാപിച്ച വീരശൈവ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ ആശയങ്ങൾ ഏകോപിപ്പിച്ചത്. വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയാണ്. ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മനുഷ്യസ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. നോക്കൂ. ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഏതു ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഈശ്വരാരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. പുനർജന്മമില്ല. ഈ ജന്മം ധന്യമായി ജീവിക്കൂ. താഴെ ഒരു ചോദ്യമുണ്ട്. വീരശൈവ പ്രസ്ഥാനം ജാതി വ്യവസ്ഥയെയും അസമത്വങ്ങളെയും ചോദ്യം ചെയ്തിരുന്നു. ഈ പ്രസ്താവന വിലയിരുത്തുക. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ബസവണ്ണ തീരുമാനിച്ചു. അവയെ തുടച്ചു നീക്കുവാനും പ്രയത്നിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹിക നീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത്. അദ്ദേഹം സ്ഥാപിച്ച വീരശൈവ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ ആശയങ്ങൾ ഏകോപിപ്പിച്ചത്. ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തിരുന്നു. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവവിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കബീർ മാനവ മൈത്രിയുടെ പ്രചാരകൻ. ഈ വരികൾ വായിക്കൂ. അള്ളാ, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകൾ ഉണ്ടനവധി. പൊന്നുരുക്കി പണിതതാം വളകൾ മോതിരങ്ങളും പൊന്നുതാനല്ലയോ. വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. നിങ്ങൾ കണ്ടെത്തിയ ആശയങ്ങൾ പറയൂ. എന്തൊക്കെയാ മക്കളെ? ഒരുപാട് പേരുകൾ എന്താണ് ദൈവത്തിനുണ്ടെന്ന് പറയുന്നതിലൂടെ എന്താ മനസ്സിലാക്കുന്നത്? എല്ലാവരും ആരാധിക്കുന്ന ദൈവം ഒന്നു തന്നെയാണ്, അല്ലെ? ഒരു ദൈവമേ ഉള്ളൂ. അത് എന്തുപോലെയാണെന്നാണ് പറയുന്നത്? നമ്മൾ സ്വർണം കൊണ്ട് പല ആഭരണങ്ങളും നിർമ്മിക്കും. വളകൾ, മോതിരങ്ങൾ, മാലകൾ എല്ലാം നിർമ്മിക്കും, അല്ലെ? പക്ഷെ എല്ലാം എന്താണ്? പൊന്ന് തന്നെയല്ലേ? എല്ലാം സ്വർണം തന്നെയല്ലേ? അപ്പോ വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ വൈവിധ്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന പദങ്ങളിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ പേരുകളിൽ മാത്രമേ ഉള്ളൂ. മുഴുവനായിട്ട് എന്താണ്? ആകെ ഒരു ദൈവമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. 15ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായിരുന്ന കബീർ എഴുതിയ വരികളാണ് ഇവ. ദോഹകൾ എന്നറിയപ്പെട്ടിരുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് കബീർ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ചിരുന്നതിനാൽ കബീറിന്റെ ദോഹകൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചിരുന്നു.
ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ. ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന തുടങ്ങിയവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ജാതി, മതം, വർണ്ണം, കുടുംബമഹിമ, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു. ഭക്തി, സൂഫി ആശയങ്ങൾ കബീറിന്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു. മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചിരുന്നു. മതങ്ങളുടെ ബാഹ്യാരാധനാ ക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചു. അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന കബീർ ഭക്തിയെ മോക്ഷമാർഗമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ശിഷ്യരോടൊപ്പം നാടുകൾ തോറും സഞ്ചരിച്ചു. അപ്പോഴുണ്ടായ ചില അനുഭവങ്ങൾ കൂടി വായിക്കൂ. ഒരിക്കൽ ദുഃഖിതനായിരിക്കുന്ന ഒരു ഗ്രാമമുഖ്യനോട് കബീർ കാരണം അന്വേഷിച്ചു. അയാൾ പറഞ്ഞു, കർമ്മഫലം അല്ലാതെന്തു പറയാൻ, വസൂരി കാരണം ആളുകൾ മരിച്ചു വീഴുന്നു, പരിഹാരമായി മന്ത്രവാദം നടത്തണം. കബീർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രോഗശാന്തിക്ക് മന്ത്രവാദമോ? മന്ത്രവാദം കൊണ്ട് ഇതൊന്നും നേടാൻ കഴിയില്ല. ചികിത്സ കൊണ്ടേ രോഗം ഭേദമാകൂ. മറ്റൊരിക്കൽ കബീറിനും കൂട്ടർക്കും ആളുകൾ ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നെയ്ത്തുകാരും ലോഹപ്പണിക്കാരും മരം കടയുന്നവരും കൃഷിക്കാരും ചെരുപ്പ് കുത്തുന്നവരുമൊക്കെയാണ്. തൊഴിൽ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഉപഹാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. കബീറിന്റെ ദോഹയും കഥാസന്ദർഭങ്ങളും വായിച്ചല്ലോ. നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കൂ. ആളുകൾ ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നു. കബീർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ചികിത്സയിലൂടെ മാത്രമേ രോഗം ഭേദമാക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം വാദിച്ചു. മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായും നിരാകരിച്ചു. ഏത് തൊഴിലും മഹത്വമുള്ളതാണെന്ന് കബീർ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. കബീർ ഹിന്ദു മുസ്ലിം ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊണ്ടു. ഇതിന് താഴെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ജനങ്ങൾക്കിടയിൽ സമത്വ ചിന്തയും മതസൗഹാർദ്ദവും വളർത്താൻ കബീറിന്റെ ആശയങ്ങൾ എത്രത്തോളം സഹായിച്ചു? ചർച്ച സംഘടിപ്പിക്കൂ. കബീർ ഹിന്ദു മുസ്ലിം ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊണ്ടു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ മണ്ണിൽ നിർമ്മിച്ച രണ്ട് പാത്രങ്ങളാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, മതപരമായ ആചാരങ്ങൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന മുതലായവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ജാതി, മതം, വംശം, പൈതൃകം, സമ്പത്ത് തുടങ്ങി എല്ലാതരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു. ഗുരു നാനാക്ക് സ്നേഹവും സാഹോദര്യവും. ഗുരു നാനാക്കും ഭായി മർദാനയും ഒരിക്കൽ സജ്ജൻ തഗ്ഗിന്റെ സത്രത്തിൽ വിശ്രമിക്കാനെത്തി. അവിടെ വരുന്നവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഗുരു നാനാക്ക് രാത്രി വിശ്രമിക്കാൻ തയ്യാറായില്ല. പകരം അവർ ഗുരുനാനാക്ക് തന്നെ രചിച്ച പ്രാർത്ഥനാ ഗാനങ്ങളായ ഷാബാദ് ആലപിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ് എന്നർത്ഥം വരുന്ന വരികളായിരുന്നു ചൊല്ലിയത്. പാട്ടിന്റെ വരികൾ കേട്ടപ്പോൾ സജ്ജൻ തഗ്ഗിന് തന്റെ തെറ്റ് മനസ്സിലായി. അയാൾ ഗുരുവിനോട് ക്ഷമ ചോദിച്ചു. മോഷ്ടിച്ച പണമെല്ലാം ദരിദ്രർക്ക് നൽകാനും സത്യസന്ധനായി ജീവിക്കാനും ഗുരുനാനാക്ക് ഉപദേശിച്ചു. പിന്നീട് സജ്ജൻ സത്രത്തിലെത്തുന്നവരെ സഹായിച്ച് ജീവിക്കാൻ തുടങ്ങി. ഈ കഥയിലൂടെ എന്തെല്ലാം ആശയങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചത്? മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ്, തെറ്റ് മനസ്സിലായാൽ ക്ഷമ ചോദിക്കുക, ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുക തുടങ്ങിയ ആശയങ്ങളെല്ലാം നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി, ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഈ ഗ്രാമം, തൽവണ്ടി എന്ന ഗ്രാമത്തിലാണ് ഗുരു നാനാക്ക് ജനിച്ചത്. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരു നാനാക്ക് ശ്രമിച്ചു. തന്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചു. മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരു നാനാക്ക് എതിർത്തിരുന്നു. ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ജാതി വിവേചനം, വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിച്ചു. സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു. ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന ലങ്കാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു. താഴെ ഒരു ചോദ്യമുണ്ട്. മതസഹിഷ്ണുത, സാർവത്രിക സാഹോദര്യം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഗുരു നാനാക്ക് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാമെന്ന് കുറിപ്പ് തയ്യാറാക്കുക. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരു നാനാക്ക് ശ്രമിച്ചു. തന്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചു. മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരു നാനാക്ക് എതിർത്തിരുന്നു. ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ജാതി വിവേചനം, വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിച്ചു. സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു. ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന ലങ്കാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു.
കബീറിന്റെയും ഗുരുനാനാക്കിന്റെയും സാമൂഹികവും മതപരവുമായ പ്രവർത്തനങ്ങൾ മധ്യകാല ഇന്ത്യയിൽ ഒരു സാംസ്കാരിക സമന്വയത്തിന് തുടക്കം കുറിച്ചു. അടുത്തത് നോക്കൂ മക്കളെ, സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദി ഗ്രന്ഥ അഥവാ ഗുരു ഗ്രന്ഥ സാഹിബ്. ഗുരുനാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ആദി ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യം, ജാതി ലിംഗ വംശ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത എന്നിവ ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം മതം തുടങ്ങിയവയുടെ ആശയങ്ങൾ ആദി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം. മധ്യകാലഘട്ടത്തിലെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും കുറവായിരുന്നു. ആരാധനാ സ്വാതന്ത്ര്യത്തിലും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. ഭക്തി പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തോടുകൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനായി കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും ധാരാളം സ്ത്രീകൾ തയ്യാറായി. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്ന മീരാബായ് അവർ ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി. മീരാബായ് രചിച്ച കൃഷ്ണഭജനുകൾ ഏറെ പ്രസിദ്ധമാണ്. തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്ത കവയത്രിമാരായിരുന്നു കാരയ്ക്കൽ അമ്മയാർ, ആണ്ടാൾ എന്നിവർ. തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് ഇവർ രചിച്ചിരുന്നത്. വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു അക്ക മഹാദേവി. സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകിയിരുന്നു. മഹാരാഷ്ട്രയിലെ ബഹിനാബായ്, സൊയ്റാബായ്, കാശ്മീരിലെ ലാൽ ദേവ് തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയവരാണ്. താഴെ ഒരു ചോദ്യമുണ്ട്. ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ മീരാബായ്, അക്ക മഹാദേവി തുടങ്ങിയവരുടെ പങ്ക് എത്രത്തോളം സഹായകമായെന്ന് ചർച്ച ചെയ്യുക. ഭക്തി പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തോടുകൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനായി കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും ധാരാളം സ്ത്രീകൾ മുന്നോട്ട് വന്നു. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്ന മീരാബായ് ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി. മീരാബായ് രചിച്ച കൃഷ്ണഭജനുകൾ ഏറെ പ്രസിദ്ധമാണ്. തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്ത കവയത്രിമാരായിരുന്നു കാരയ്ക്കൽ അമ്മയാർ, ആണ്ടാൾ എന്നിവർ. തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് ഇവർ രചിച്ചിരുന്നത്. വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു അക്ക മഹാദേവി. സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകിയിരുന്നു. മഹാരാഷ്ട്രയിലെ ബഹിനാബായ്, സൊയ്റാബായ്, കാശ്മീരിലെ ലാൽ ദേവ് തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയവരാണ്. ഭക്തി പ്രസ്ഥാനത്തിന്റെ ഫലങ്ങൾ. സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്. എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹ്യവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചു. ഭക്തി പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്തകവികളും താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നുള്ളവരായിരുന്നു. ഇവർ ജാതി വ്യവസ്ഥയെയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളെയും ചോദ്യം ചെയ്തു. തൽഫലമായി സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. അവരുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്തു. അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞതും ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയാണ്. അടുത്തത് സൂഫി പ്രസ്ഥാനമാണ്. ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ സന്ദർശന വിവരം ഔലിയ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് സുൽത്താൻ അറിയാം. എന്നാൽ ഖുസ്രു ഇക്കാര്യം ഔലിയയോട് പറഞ്ഞു. ഭരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഔലിയ സന്ദർശന ദിവസം ദൂരേക്ക് യാത്ര പോയി. ഖാൻഗാഹിലെത്തിയ രാജാവ് ഷെയ്ഖിനെ കാണാതെ ഖുസ്രുവിനോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ സുൽത്താനെ ചതിക്കുകയായിരുന്നു അല്ലേ? ഖുസ്രു മറുപടി പറഞ്ഞു. രാജാവിനെ ചതിച്ചാൽ എന്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കൂ. പക്ഷേ എന്റെ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാനന്തര ജീവിതം തന്നെയാകും എനിക്ക് നഷ്ടപ്പെടുക. മരണത്തെ ഭയപ്പെടാത്ത ഖുസ്രു തന്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഔലിയയുടെ അപ്രീതിയെ ഭയപ്പെട്ടിരുന്നു എന്നല്ലേ ഈ സംഭവകഥ നമ്മോട് പറയുന്നത്? മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി? സൂഫി വര്യന്മാർ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു. സൂഫി വര്യന്മാർ ആധ്യാത്മിക ജീവിതത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഭക്തിയെ ദൈവത്തോടടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. അതിനുള്ള ഒരു വഴി ഭക്തി ഗാനാലാപനമാണെന്ന് സൂഫി വര്യന്മാർ കരുതി. സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച് അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു. ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. എന്താണ് സൂഫിസം എന്നവിടെ തന്നിട്ടുണ്ട് നോക്കൂ.
സൂഫിസം എന്ന പദമുണ്ടായത് കമ്പിളി എന്ന അർത്ഥം വരുന്ന സുഫ് എന്ന വാക്കിൽ നിന്നോ ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. ഇവിടങ്ങളിലെ ഭരണാധികാരികൾ സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത്. 12-ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു. സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹ്റാവർദി എന്നീ സിൽസിലകളായിരുന്ന ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരാണ് സൂഫി ഗുരുക്കന്മാർ. സൂഫി ഗുരുവിനെ പീർ അഥവാ ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് വിളിച്ചിരുന്നു. സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്ന ഖാൻഗാഹുകൾ അക്കാലത്തെ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാവലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ് ഖവാലികൾ. സൽത്തനത്ത്, മുഗൾ കാലഘട്ടത്തിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു. ഇന്ത്യയിലെ പ്രധാന സൂഫി വര്യന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളുമാണ് നമുക്ക് ചുവടെ തന്നിരിക്കുന്നത്. നോക്കൂ, ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്റവർദി ഒരു സൂഫി വര്യന്മാരാണ്. അവരുടെ പ്രദേശം സിൽഹത്താണ്. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹിയാണ്. ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി അജ്മീർ ആണ്. താഴെ ഒരു ചോദ്യമുണ്ട്. സൂഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു ഫ്ലിപ്പ് ബുക്ക് നിർമ്മിക്കുന്നതിന് ആവശ്യമായ വിവരങ്ങൾ ഫ്ലിപ്പ് പേജ് മാതൃകയിൽ തയ്യാറാക്കും. 2 അവിടെ തന്നിട്ടുണ്ട്. ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു മാർഗം ഭക്തി ഗാനാലാപനമാണെന്ന് സൂഫി വര്യന്മാർ കരുതി. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൂടി ചേർക്കാം മക്കളെ? സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു. ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേരുന്നത് 12-ാം നൂറ്റാണ്ടോടെയാണ്. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരാണ് സൂഫി ഗുരുക്കന്മാർ. പ്രാദേശിക ഭാഷകളുടെ വളർച്ച. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയപ്രചാരണം നടത്തിയത്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി. തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തികാവ്യങ്ങൾ രചിക്കപ്പെട്ടു. കൂടാതെ പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യകൃതികളും ഉണ്ടായി. പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമാണ്. ഇക്കാലത്തെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു. കബീറിന്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. മഹാഭാരതം, രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് ഭാഷയ്ക്കും സാഹിത്യത്തിനും ഉണർവേകി. ഇനി നമുക്കിവിടെ അന്നത്തെ കാലത്തെ പ്രാദേശിക ഭാഷകളിൽ ഉണ്ടായ പ്രധാന സാഹിത്യ കൃതികളും അതിന്റെ രചയിതാക്കളും ആരൊക്കെ എന്നാണ് കേട്ടോ തന്നിട്ടുള്ളത്. ആദ്യത്തെ തമിഴാണ്. തമിഴില് 4000 ദിവ്യ പ്രബന്ധം എഴുതിയത് ആഴ്വാർമാരാണ്. തിരുമുറൈകൾ എഴുതിയത് നായനാർമാരാണ്. ഇനി കന്നഡ ഭാഷയിൽ വചനങ്ങൾ എഴുതിയത് ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ്മ പ്രഭു തുടങ്ങിയവരാണ്. തെലുങ്കില് മഹാഭാരത വിവർത്തനം നടത്തിയത് നന്നയ്യ, തിക്കണ്ണ, യര പ്രഗത തുടങ്ങിയ 3 പേരാണ്. ബംഗാളിയില് ഗീതാഗോവിന്ദം എഴുതിയത് ജയദേവനാണ്. ഹിന്ദിയില് പത്മാവത് എഴുതിയത് മാലിക് മുഹമ്മദ് ജെയ്സിയാണ്. മലയാള ഭാഷയിലോ ജ്ഞാനപ്പാന എഴുതിയത് പൂന്താനമാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. മുഹിദ്ദീൻ മാല എഴുതിയത് ഖാസി മുഹമ്മദ് ആണ്. താഴെ ഒരു ചോദ്യമുണ്ട്. പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഭക്തി പ്രസ്ഥാനം സഹായകമായതെങ്ങനെ? കുറിപ്പ് തയ്യാറാക്കുക. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയപ്രചാരണം നടത്തിയത്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി. തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തികാവ്യങ്ങൾ രചിക്കപ്പെട്ടു. പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യകൃതികളും ഉണ്ടായി. പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമാണ്. ഇക്കാലത്തെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു. കബീറിന്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. മഹാഭാരതം, രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് ഭാഷയ്ക്കും സാഹിത്യത്തിനും ഉണർവേകി. ഇനി ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം എത്രത്തോളമാണ്, എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി കാണും? തന്നിരിക്കുന്ന ചിത്രീകരണം ശ്രദ്ധിക്കൂ. 1 മതസഹിഷ്ണുതയാണ് പ്രധാനപ്പെട്ടത്. പിന്നെ 1 ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം, അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം. കൂടുതൽ ആശയങ്ങൾ കൂട്ടിച്ചേർക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ സമത്വം, സാഹോദര്യവും മനുഷ്യസ്നേഹവും, ഹിന്ദു മുസ്ലിം ഐക്യം, ഏകദൈവ വിശ്വാസം,
പ്രാദേശിക ഭാഷകളുടെ വളർച്ച, സ്ത്രീ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത, സാംസ്കാരിക സമന്വയം ഇതെല്ലാം ഇതിൽ പെടുന്ന കാര്യങ്ങളാണ്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ പൊതുവെ കടുത്ത ഉച്ചനീചത്വങ്ങളും സാമൂഹിക അസമത്വങ്ങളും നിലനിന്നിരുന്നു. അക്കാലത്തെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളെക്കുറിച്ച് മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തല്ലോ. ഈ സാഹചര്യത്തിൽ മനുഷ്യരെ ഒരുമിപ്പിച്ച് സംഘർഷങ്ങൾ കുറച്ച് സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വ്യത്യസ്ത മതങ്ങളിലെ ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു. വിവിധ ജാതി മത വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് സഹവർത്തിത്വത്തോടെ കഴിയാൻ ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം സഹായകമായി. ആധുനിക ഇന്ത്യൻ സമൂഹത്തിന്റെ മുഖമുദ്രകളായ സാമുദായിക സൗഹാർദ്ദം, നാനാത്വത്തിൽ ഏകത്വം, സാഹോദര്യം, തുല്യത, ബഹുസ്വരത തുടങ്ങിയവ ഭക്തി സൂഫി ആശയങ്ങളുടെ പ്രേരണയിൽ നിന്ന് രൂപം കൊണ്ടവയാണ്. ഇനി നമുക്ക് ഇതിലെ തുടർ പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ആധുനിക ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ ഐക്യപ്പെടുത്തുന്ന സമന്വയ സംസ്കാരം ഉടലെടുക്കുന്നതിന് ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ എങ്ങനെ സഹായിച്ചു എന്ന് ചർച്ച സംഘടിപ്പിക്കുക. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ പൊതുവെ കടുത്ത ഉച്ചനീചത്വങ്ങളും സാമൂഹിക അസമത്വങ്ങളും നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിൽ മനുഷ്യരെ ഒരുമിപ്പിച്ച് സംഘർഷങ്ങൾ കുറച്ച് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വ്യത്യസ്ത മതങ്ങളിലെ ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു. വിവിധ ജാതി മത വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് സഹവർത്തിത്വത്തോടെ കഴിയാൻ ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം സഹായകമായി. ആധുനിക ഇന്ത്യൻ സമൂഹത്തിന്റെ മുഖമുദ്രകളായ സാമുദായിക സൗഹാർദ്ദം, നാനാത്വത്തിൽ ഏകത്വം, സാഹോദര്യം, തുല്യത, ബഹുസ്വരത തുടങ്ങിയവ ഭക്തി സൂഫി ആശയങ്ങളുടെ പ്രേരണയിൽ നിന്ന് രൂപം കൊണ്ടവയാണ്. രണ്ടാമത്തെ ചോദ്യം, ബസവണ്ണയുടെ ആശയങ്ങളും സന്ദേശങ്ങളും സ്കിറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ച് സ്ക്രിപ്റ്റ് സ്കൂൾ വിക്കിയിൽ ചേർക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലാസ്സിൽ ചെയ്ത് നോക്കാവുന്ന പ്രവർത്തനമാണ്. മൂന്നാമത്തെ ചോദ്യം, താഴെ നൽകിയിട്ടുള്ള ഭൂപടത്തിന്റെ സഹായത്തോടു കൂടി ഭക്തി സൂഫി പ്രചാരകരുടെ ചിത്രങ്ങളും ആശയങ്ങളും ഉൾപ്പെടുത്തി ഒരു പതിപ്പ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക. അപ്പൊ അവിടെ ഭക്തി സൂഫി പ്രചാരകരുടെ ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അവർ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള പോയിന്റുകളും തന്നിട്ടുണ്ട്. അത് നോക്കുക. അതും കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നെറ്റിൽ നിന്നൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് ഓരോരുത്തരുടെ പേരൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടും. അതെല്ലാം എടുത്തിട്ട് ഒരു ഡിജിറ്റൽ ആൽബം അല്ലെങ്കിൽ ഒരു പതിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ പാഠഭാഗത്ത് നോക്കാനായിട്ടുള്ളത്. ചെയ്ത ചോദ്യങ്ങളും അതുപോലെ പാഠഭാഗവും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ വിഷയങ്ങളുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്